നിങ്ങളൊന്ന് സിമ്പിൾ ആയിട്ട് ആലോചിച്ച് നോക്കി. നമ്മൾ ഒരാളെ വിശ്വസിച്ച് ഒരു കാര്യം ഏൽപ്പിക്കും, പക്ഷെ അവർ നമ്മുടെ കണ്ണു വെട്ടിച്ച് നമ്മളെ തന്നെ പറ്റിച്ചാലോ? അങ്ങനെ ഒരു സംഭവമാണ് നടൻ കൃഷ്ണകുമാറിന്റെ മകൾ ദിയ കൃഷ്ണയ്ക്ക് അനുഭവിക്കേണ്ടി വന്നത്. സ്വന്തം സ്ഥാപനത്തിൽ കൂടെ നിന്നവർ തന്നെ ലക്ഷങ്ങൾ തട്ടിയെടുത്ത ഒരു സംഭവം. ഈ കേസിനെ കുറിച്ചുള്ള പുതിയ കാര്യങ്ങളും അതുപോലെ അപ്ഡേറ്റുകളും ഒക്കെയാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതിനു മുമ്പ് എന്താണ് സംഭവിച്ചതെന്ന് ചുരുക്കി പറയാം. ഞാൻ ആദ്യം നിങ്ങളെ ഒരു വീഡിയോ കാണിക്കാം, അത് കഴിഞ്ഞ് നമുക്ക് അതിനെ കുറിച്ച് ബാക്കി പറയാം. രാത് വന്നില്ലേ? ഇതാരാണെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ, എല്ലാവർക്കെല്ലാം മനസ്സിലായി. നമ്മളൊക്കെ കടയിൽ പോയി സാധനം വാങ്ങുമ്പോൾ ഗൂഗിൾ പേയോ ഫോൺ പേയോ വഴി പണം അടയ്ക്കാൻ കടക്കാരുടെ ഒരു QR കോഡ് സ്കാൻ ചെയ്യും. ഇവിടെ ഈ ജീവനക്കാർ ചെയ്തത് OBOC എന്ന ദിയ കൃഷ്ണയുടെ സ്ഥാപനത്തിന്റെ QR കോഡിന് പകരം ആ ഒരു സ്ഥാപനത്തിലെ ഈ 3 ജീവനക്കാരുടെ സ്വന്തം QR കോഡ് വെക്കുകയായിരുന്നു. ഇപ്പോ വരുന്ന കസ്റ്റമേഴ്സ് സ്കാൻ ചെയ്യുമ്പോൾ പണം പോകുന്നത് ആരുടെ അക്കൗണ്ടിലേക്ക് ആയിരിക്കും? ആ ഉത്തരം ഞാൻ തന്നെ പറയാം, അവരുടെ തന്നെ അക്കൗണ്ടിലേക്ക് ആയിരിക്കും ഈ പൈസ പോകുക. അതായത് അവരുടെ QR കോഡാണല്ലോ വെക്കുന്നത്, അവരുടെ QR കോഡ് അവരുടെ ഫോണിൽ നിന്ന് എടുത്ത QR കോഡാണല്ലോ വെക്കുന്നത്. ഇങ്ങനെ ഒരു ദിവസമോ 2 ദിവസമോ അല്ല, ഏകദേശം 1 വർഷത്തോളം ഇവർ ഈ പണി തുടർന്നു. ഏകദേശം 69 ലക്ഷം രൂപയാണ് ഇങ്ങനെ തട്ടിയെടുത്തത് എന്ന് കൃഷ്ണകുമാറും കുടുംബവും പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു കളവ് ദിയ കൃഷ്ണ അറിഞ്ഞിരുന്നില്ല. പക്ഷെ ഒരു ദിവസം ദിയയുടെ അനിയത്തി ഇഷാനിയുടെ ഒരു കൂട്ടുകാരി കടയിൽ വന്ന് പണം അടച്ചപ്പോൾ അവർക്ക് എന്തോ ഒരു പന്തികേട് തോന്നി. അങ്ങനെ ചോദിച്ചപ്പോഴാണ് ഈ കള്ളത്തരം പുറത്തു വരുന്നത്. അതോടെ ദിയയും കൃഷ്ണകുമാറും പോലീസിൽ പരാതി കൊടുത്തു. പക്ഷെ ഈ ജീവനക്കാർ ദിയ കൃഷ്ണകുമാറും കുടുംബത്തിനെതിരെ പോലീസിൽ മറ്റൊരു പരാതി കൊടുത്തു. അവരെ തട്ടിക്കൊണ്ടുപോയെന്നും ജാതീയമായി അധിക്ഷേപിച്ചുവെന്നുമായിരുന്നു അവരുടെ പരാതി. ഈ ഒരു പരാതിയുടെ കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ കാണിച്ച വളകാപ്പ് വീഡിയോ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതിൽ എന്തുമാത്രം സത്യമുണ്ടെന്നൊക്കെ എത്ര സ്നേഹത്തോടെയാണ് നമ്മുടെ ദിയ കൃഷ്ണ അവരെ വിളിക്കുന്നതെന്ന് നമുക്ക് ആ വീഡിയോ കണ്ടാൽ അറിയാൻ പറ്റും. ഈ ഒരു സംഭവത്തിൽ ഏറ്റവും പുതിയ അപ്ഡേറ്റ് എന്താണെന്ന് വെച്ചാൽ ഈ കേസ് ഇപ്പോൾ ക്രൈം ബ്രാഞ്ച് ഏറ്റെടുത്തിരിക്കുകയാണ്. കാരണം ഇതിൽ അത്രയധികം കാര്യങ്ങൾ പുറത്തു വരാനുണ്ട്. ജീവനക്കാർ കൊടുത്ത തട്ടിക്കൊണ്ടുപോകൽ കേസ് വെറും നുണയാണെന്ന് പോലീസിന് ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട്. കാരണം ഇവർ സ്വന്തം ഇഷ്ടപ്രകാരം 2 കാറുകളിലായി ദിയയുടെ ഫ്ളാറ്റിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പോലീസിന് കിട്ടിയിട്ടുണ്ട്. അതോടെ ആ ഒരു കള്ളക്കളിയും പൊളിഞ്ഞ പോലെയായി. ഇവർ ഇപ്പോൾ ഒളിവിലാണെന്ന് പറയുന്നുമുണ്ട്. ഫോണൊക്കെ സ്വിച്ച് ഓഫ് ചെയ്ത് മുങ്ങിയിരിക്കുന്നത് പോലെ വാർത്തകളിൽ പറയുന്നത്. അതേസമയം ഇവർ കൊടുത്ത കേസിൽ കൃഷ്ണകുമാറിനും ദിയയ്ക്കും മുൻകൂർ ജാമ്യം എടുക്കേണ്ടി വന്നു. അതിന്റെ കാര്യങ്ങൾ ഇപ്പോൾ കോടതിയിൽ നടക്കുകയാണ്. അതുപോലെ പോലീസ് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് പരിശോധിച്ചപ്പോൾ ഏതാണ്ട് 1/2 കോടിയിലധികം ഇവരുടെ അക്കൗണ്ടിൽ, ഈ ജീവനക്കാരിയുടെ അക്കൗണ്ടിൽ വന്നു എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. സത്യത്തിൽ ഈ സംഭവത്തിൽ നിന്ന് നിങ്ങൾ എല്ലാവരും ഒരു കാര്യം മനസ്സിലാക്കണം. പ്രത്യേകിച്ച് സ്വന്തമായി എന്തെങ്കിലും ബിസിനസ് ചെയ്യുന്നവർ ഒരുപാട് പഠിക്കാനുണ്ട്. ഒന്നാമത്തെ കാര്യം, ആരെ വിശ്വസിച്ചാലും നമ്മുടെ പണത്തിന്റെ കാര്യത്തിൽ ഒരു കണ്ണ് എപ്പോഴും വേണം. മാസത്തിൽ ഒരിക്കലെങ്കിലും കൃത്യമായ കണക്കുകൾ പരിശോധിക്കുക. കടകളിലാണെങ്കിൽ ഡിജിറ്റൽ പേയ്മെന്റുകൾ കൃത്യമായി സ്ഥാപനത്തിന്റെ അക്കൗണ്ടിൽ തന്നെയാണ് വരുന്നത് എന്ന് ഉറപ്പുവരുത്താൻ ഒരു സിസ്റ്റം ഉണ്ടാക്കുക. ഓർക്കുക, ഒരു ചെറിയ അശ്രദ്ധ മതി നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയതൊക്കെ ഒരു നിമിഷം കൊണ്ട് നഷ്ടപ്പെടാൻ. ഒരു നിമിഷത്തെ ജാഗ്രത ഒരുപാട് നഷ്ടങ്ങൾ ഒഴിവാക്കാൻ നമ്മളെ സഹായിക്കും.